ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ക്ലീനിങ് വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അക്വേറിയം കൂടി ഇന്നലെ വൃത്തിയാക്കിയിരുന്നു. അത് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ക്ലീൻ ആക്കിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. 2 അതിഥികൾ കൂടി വന്നിട്ടുണ്ട്. നേരത്തെ 3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 കാർപ്പനെ കൂടി വാങ്ങിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. വീഡിയോയിൽ അത്ര ഭംഗി കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ കുറച്ച് ചെടി കൂടെ മുകളിലേക്ക് കയറ്റാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണം ഇന്ന് രാവിലെ തന്നെ ഞാൻ കയറ്റി. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഉള്ളിൽ തന്നെയാണ്, റൂമിലേക്കൂടെ തന്നെയാണ് സ്റ്റെയർ കേസ് മുകളിലേക്ക്. അപ്പോൾ മുകളിലേക്ക് നമുക്ക് കയറ്റാം. കുറച്ച് ദിവസം മുന്നേ കുറേ ചെടികൾ കയറ്റിയിരുന്നു. ഞാനും മക്കളും അനുജൻ്റെ ഭാര്യയും മോളും എല്ലാം കൂടി സഹായിച്ച് സ്റ്റെപ്പിൽ പകുതി ഇടയ്ക്കിടയ്ക്ക് ആളുകൾ നിന്ന് നമ്മൾ പാസ് ചെയ്ത് കയറ്റുക ചെയ്തത്. അപ്പോൾ ഇത്രയും ചെടികൾ ഞാനതിൽ കഴിഞ്ഞ വീക്കിൽ തന്നെ കയറ്റിയിരുന്നു. കുറേയൊക്കെ ട്രിം ചെയ്തിട്ടാണ് കയറ്റിയത്. ബാക്കി കുറച്ചെണ്ണം പ്രൂൺ ചെയ്യാതെ വെച്ചിട്ടുമുണ്ട്. എന്താ വെച്ചാൽ സ്റ്റെമ്മ് കട്ടിയാവാത്ത പുതിയ ചെടികളൊന്നും ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ചെടികൾ നേരത്തെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മഴ വരെ കാത്തു നിന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ മുകളിൽ തന്നെ നമുക്കൊരു ടാപ്പ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം ആ രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചായി ചെയ്യുകയായിരുന്നു എല്ലാ പണികളും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10-12 ചട്ടിയോടെ മാത്രമേ മുകളിലേക്ക് കയറ്റാനുണ്ടാവൂ. ബാക്കിയൊക്കെ ഷെയ്ഡിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്ഥലം കൂടി ഷെയ്ഡിൽ ബാക്കിയുണ്ട്. സൺഷെയ്ഡിൻ്റെ താഴെ ഇഷ്ടിക വെച്ച് കുറച്ച് പൊക്കിയിട്ടാണ് ഞാൻ ചെടികൾ താഴത്തെ ഷെയ്ഡിൽ വെച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ നല്ല മഴയുടെ സമയത്തൊക്കെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഹൈബ്രിഡ്സിന്. ഇപ്പോൾ മുകളിൽ ടെറസിൽ ഫുൾ ഷീറ്റ് ഇട്ടത് കൊണ്ട് എന്തായാലും മഴ നനയില്ല. കൂടുതൽ സ്ഥലവുമുണ്ട്. നല്ല വിസ്താരമായ സ്ഥലം തന്നെയുണ്ട് മുകൾ നിലയിൽ. അപ്പോൾ എത്ര ചെടി വേണമെങ്കിലും കയറ്റി വെക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ കയറ്റുന്നതും ഇറക്കുന്നതും ഒരു ബുദ്ധിമുട്ടുള്ള ജോലി ആയതുകൊണ്ട് തന്നെ, പിന്നെ ബോഗൻവില്ല കൂടിയാണല്ലോ, മുള്ളിലുള്ള ചെടികളാവുമ്പോൾ ബുദ്ധിമുട്ടാണ് കയറ്റുന്നതും ഇറക്കുന്നതും. അപ്പോൾ ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ നടക്കില്ല. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടെയാണ് ഇത്രയും ചെയ്ത് തീർത്തത്. അപ്പോൾ അങ്ങനെ വെച്ചത് കൊണ്ടൊരു മൈൻഡിന് കുറച്ച് റിലാക്സാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ചെടി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും എത്തിയത്. അങ്ങനെ ചില ചെടികളിലെല്ലാം പൂക്കളുണ്ട്. ഇത് നമ്മുടെ ഫോക്സ് ടെയിൽ റെഡാണ്. അതിൽ പൂക്കളുണ്ട്. അതുപോലെ ബട്ടർ കപ്പ്, ഇതൊക്കെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ചെറിയ ചെടിയാണ്. പക്ഷെ പൂക്കൾ നോക്കിയില്ല. നല്ല ഇനങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റ് അപ്ഡേറ്റ്സുകൾ ഞാൻ വരുന്ന വീഡിയോയിൽ തീർച്ചയായിട്ടും പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.